ഫസ്റ്റിലത്തെ വീഡിയോയുടെ നമ്മൾ പാർട്സ് ഓഫ് പെൽവിസ് പഠിച്ചു. ഇനി നമുക്ക് ജോയിന്റ്സ്, ലിഗമെന്റ്സ്, അതുപോലെ തന്നെ ലാൻഡ് മാർക്സും കൂടെ നോക്കിപ്പോകാം. അപ്പം ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ നമുക്ക് എങ്ങനെ പറ്റുന്നത്? രണ്ട് പാർട്ട് തമ്മിൽ ജോയിന്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ ആ രണ്ട് പാർട്ടിന്റെയും പേര് കൂട്ടി പറയും. അപ്പം ഇതാണ് സേക്രം എന്ന് നമ്മൾ പഠിച്ചു, ഇതാണ് ഇലിയം എന്ന് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും കൂടെ ജോയിന്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ സാക്രോ ഇലിയാക് ജോയിന്റ് എന്ന് പറയും. സാക്രോ ഇലിയാക് ജോയിന്റ്. അതുപോലെ തന്നെ ഈ സേക്രമും ഈ കോക്സിക്സും കൂടെ ജോയിന്റ് ആയിരിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ സേക്രോ കൊസീജിയൽ ജോയിന്റ് എന്ന് പറയും. സാക്രോ കൊസീജിയൽ ജോയിന്റ്. നമുക്കറിയാം ഈ രണ്ട് പ്യൂബിക് ബോണിനെയും ജോയിന്റ് ആക്കുന്നത് നമ്മുടെ സിംഫൈസിസ് പ്യൂബിസ് ആണ്. അപ്പൊ ഇതും ഒരു ജോയിന്റ് ആണ്, സിംഫൈസിസ് പ്യൂബിസ്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര ജോയിന്റ്സ് ഉണ്ട്? 2 സാക്രോ ഇലിയാക് ജോയിന്റ്, 2 സാക്രോ ഇലിയാക് ജോയിന്റ്, അതുപോലെ 1 സേക്രോ കൊസീജിയൽ ജോയിന്റ്, സാക്രോ കൊസീജിയൽ ജോയിന്റ്, പിന്നെ 1 സിംഫൈസിസ് പ്യൂബിസ്. ഇതാണ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിഗമെന്റ്സ് ആണ്. നമ്മുടെ രണ്ട് ജോയിന്റ്സിന്റെ ഇടയിലും ലിഗമെന്റ്സ് ഉണ്ടാകും. ഒന്നാമത്തെ ലിഗമെന്റ് നമ്മുടെ സേക്രത്തിന്റെയും ഇലിയത്തിന്റെയും ആ ജോയിന്റിന്റെ ഇടയ്ക്കുള്ള ലിഗമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? സേക്രോ ഇലിയാക് ലിഗമെന്റ് എന്ന് പറയും. സേക്രോ ഇലിയാക് ലിഗമെന്റ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ സേക്രത്തിന്റെയും ഈ കോക്സിക്സിന്റെയും ഇടയിൽ ഒരു ലിഗമെന്റ് ഉണ്ട്. ഈ ജോയിന്റ്സിന്റെ ഇടയിൽ ലിഗമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ സാക്രോ കൊസീജിയൽ ലിഗമെന്റ് എന്ന് പറയും. അതുപോലെ ഈ പ്യൂബിക് ബോണിനെ തമ്മിൽ ജോയിന്റ് ആക്കുന്ന ഈ സിംഫൈസിസ് പ്യൂബിസിന്റെ ഇടയിലും ലിഗമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഇന്റർ പ്യൂബിക് ലിഗമെന്റ്സ് എന്ന് പറയും. ഇന്റർ പ്യൂബിക് ലിഗമെന്റ്സ് ലൈസ് ബിറ്റ്വീൻ 2 പ്യൂബിക് ബോൺ. രണ്ട് പ്യൂബിക് ബോണിന്റെ ഇടയിലായിട്ടുള്ളതാണ് ഇന്റർ പ്യൂബിക് ലിഗമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സേക്രോസ്പൈനസ് ലിഗമെന്റ്. ഇതാണ് നമ്മുടെ ഇഷ്കിയൽ സ്പൈൻ എന്ന് പറയുന്നത്. ഈ ഇഷ്കിയൽ സ്പൈനും ഈ സേക്രത്തിന്റെയും ഇടയിൽ ലിഗമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സാക്രോ സ്പൈനസ് ലിഗമെന്റ്. സേക്രോസ്പൈനസ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് കണ്ടോ? ഈ ഒരു പാർട്ടിന്റെ പേരാണ് ഇഷ്കിയൽ ട്യൂബറോസിറ്റി എന്ന് പറയും. ഇഷ്കിയൽ ട്യൂബറോസിറ്റി. ഈ സേക്രത്തിന്റെയും ഈ ഇഷ്കിയൽ ട്യൂബറോസിറ്റിയുടെ ഇടയിൽ ലിഗമെന്റ്സ് ഉണ്ട്. അതിന്റെ പേരാണ് എന്താണ്? സേക്രോ ട്യൂബറസ് ലിഗമെന്റ്. സേക്രോ ട്യൂബറസ് ലിഗമെന്റ്. അപ്പം ഏതൊക്കെ ലിഗമെന്റ്സ് ആണുള്ളത്? ഒന്ന് നമ്മൾ പറഞ്ഞു സേക്രോ ഇലിയാക് ലിഗമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ സേക്രോ കൊസീജിയൽ ലിഗമെന്റ് ഉണ്ട്. പിന്നെ ഇന്റർ പ്യൂബിക് ലിഗമെന്റ് ഉണ്ട്. സേക്രോ സ്പൈനസ് ലിഗമെന്റ് ഉണ്ട്. സേക്രോ ട്യൂബറസ് ലിഗമെന്റ് ഉണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ലാൻഡ് മാർക്സിനെ പറ്റിയിട്ടാണ്. ലാൻഡ് മാർക്സ് ഓർത്തിരിക്കാൻ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലാൻഡ് മാർക്സ് എന്ന് പറയുന്നത്. ഈ ലാൻഡ് മാർക്സ് ഓർത്തിരിക്കാൻ ആദ്യം നമ്മൾക്ക് എത്ര ലാൻഡ് മാർക്സ് ഉണ്ട് നോക്കാം. ടോട്ടൽ 8 ലാൻഡ് മാർക്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ പെൽവിസിലെ ഒരു സർക്കുലർ രീതിയിൽ ഓർത്തിരിക്കുക. ഒരു സർക്കിളായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഈ സർക്കിൾ കവർ ചെയ്യുന്ന ഓരോ പാർട്സിനും ഓരോ പേരുണ്ട്. അതാണ് നമ്മൾ ലാൻഡ് മാർക്സ് ആണെന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വിചാരിക്കുക. അതാണ് ലാൻഡ് മാർക്സ് എന്ന്. അപ്പം ഈ ഒരു പാർട്ടിയും നമുക്ക് തുടങ്ങും. ഈ സേക്രത്തിന്റെ ഉയർന്നിരിക്കുന്ന ആ ഒരു പാർട്ടിന്റെ പേരാണ് സേക്രൽ പ്രൊമോണ്ടറി. സേക്രൽ പ്രൊമോണ്ടറി. നമ്മള് ഈ സർക്കിൾ ഇങ്ങനെ പോവാം. അപ്പം ഇവിടെ ഒരു പാർട്ട് ഉണ്ടല്ലോ,
അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സേക്രൽ വിങ്. കാരണം അത് വിങ് പോലെ, ചിറക് പോലെ ഇരിക്കുന്നത്. അപ്പൊ ആ പാർട്ടിന്റെ പേരാണ് സേക്രൽ വിങ്. ഈ സർക്കിൾ ഇങ്ങനെ വന്നു ഈ ഒരു പാട്ടിലെത്തി. അപ്പൊ ഈ പാട്ടിന്റെ പേരെന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈ പാട്ടിന്റെ പേരെന്താ? സേക്രോ ഇലിയാക് ജോയിന്റ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് 3 ലാൻഡ്മാർക്സ് പഠിച്ചു. 1 സേക്രൽ പ്രൊമോണറി, 2 സേക്രൽ വിങ്, 3 സാക്രോ ഇലിയാക് ജോയിന്റ്. ഇനി ഈ പാട്ടിന്റെ പേര് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാ. ഈ പാട്ടിന്റെ പേരാണ് ഇലിയോപെറ്റനൽ ലൈൻ. ഇലിയോപെറ്റനൽ ലൈന് ഈ ഒരു പോർഷൻ, ഈ ഒരു പാർട്ടാണ് ഇലിയോപെറ്റനൽ എമിനൻസ്. അതുപോലെ തന്നെ ഇത് ക്യൂബിക് ബോണ്. പിന്നെ ഒരു പോർഷൻ ആണ് ഈ ഒരു പാർട്ടിന് നമ്മൾ പറയുന്നതാണ് സുപ്പീരിയർ റാമസ്, സുപ്പീരിയർ റാമസ് ഓഫ് ദി പ്യൂബിക്, സുപ്പീരിയർ റാമസ് ഓഫ് ദ പ്യൂബിക് ബോൺ. അതുപോലെ തന്നെ അപ്പർ പാർട്ട് ഒരു ലാൻഡ്മാർക്കാണ്. അപ്പർ ബോർഡർ ഓഫ് ദി പ്യൂബിക് ബോൺ. പിന്നെ ഉള്ളത് സിംഫൈസിസ് പ്യൂബിസ്, സിംഫൈസിസ് പ്യൂബിസ്. ഇപ്പൊ ലാൻഡ്മാർക്സ് ഇത്രയാണ്. ലാൻഡ്മാർക്സ് നമ്മുടെ ഈ സേക്രൽ പ്രൊമോണറി തൊട്ട് ഈ സിംഫൈസിസ് പ്യൂബിസ് വരെ കവർ ചെയ്ത് വരുന്ന ആ ഒരു പാർട്സ് ആണ് ലാൻഡ്മാർക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ 8 ലാൻഡ്മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലാൻഡ്മാർക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എന്റെ കുട്ടിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തെ ലാൻഡ്മാർക്ക് സേക്രൽ പ്രൊമോണറി, രണ്ടാമത്തത് സേക്രൽ വിങ്, മൂന്നാമത്തത് സേക്രോ ഇലിയാക് ജോയിന്റ്, നാലാമത്തത് ഇലിയോപെറ്റനൽ ലൈന്, അഞ്ചാമത്തത് ഇലിയോപെറ്റനൽ എമിനൻസ്, ആറാമത്തത് സുപ്പീരിയർ റാമസ് ഓഫ് ദ പ്യൂബിക് ബോൺ, ഏഴാമത്തത് അപ്പർ ബോർഡർ ഓഫ് ദ പ്യൂബിക് ബോൺ, എട്ടാമത്തത് സിംഫൈസിസ് പ്യൂബിസ്.